ഒരേ ദിവസം സർവീസിൽ നിന്ന് വിരമിക്കാനൊരുങ്ങി പെരുമ്പാവൂരിലെ അധ്യാപക ദമ്പതികൾ. കായികാധ്യാപകനായ റെജി ഇട്ടൂപ്പും ഭാര്യ എജി റെജിയുമാണ് മെയ് 31-ന് അധ്യാപന ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. 3.5 പതിറ്റാണ്ട് കാലത്തെ സേവനത്തിനു ശേഷം റെജി ഇട്ടൂപ്പ് ഇടുക്കി മാൻകടവ് കാർമൽ മാതാ ഹൈസ്കൂളിൽ നിന്നും ഭാര്യ കൊമ്പനാട് ഗവൺമെന്റ് UP സ്കൂളിൽ നിന്നുമാണ് വിരമിക്കുന്നത്. പ്രവർത്തന ശൈലി കൊണ്ട് കേരളത്തിലെ കായിക അധ്യാപകർക്കിടയിലെ വ്യത്യസ്തനായ വ്യക്തിത്വം. 34 വർഷത്തെ സേവനം കൊണ്ട് ഉപജില്ലാതലം മുതൽ ദേശീയ തലം വരെ എണ്ണിയാലൊടുങ്ങാത്ത കായിക പ്രതിഭകളെ വാർത്തെടുത്ത പരിശീലകൻ. കേരള പ്രൈവറ്റ് സ്കൂൾ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ 25 വർഷം സേവനം അനുഷ്ഠിച്ച അധ്യാപകൻ. സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ നിയമപാലന കമ്മിറ്റി കൺവീനർ, ശാസ്ത്രമേളയുടെ പബ്ലിസിറ്റി കൺവീനർ, ദേശീയ സ്കൂൾ കായികമേളയുടെ സെറിമണി കമ്മിറ്റി കൺവീനർ. ഇവയെല്ലാം കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ അധ്യക്ഷൻ എന്നിങ്ങനെ പെരുമ്പാവൂരുകാരുടെ സ്വന്തം റെജി ഇട്ടൂപ്പ് കൈവയ്ക്കാത്ത മേഖലകളില്ല. 34 വർഷത്തെ സേവനം പൂർത്തിയാക്കി ഈ വരുന്ന മെയ് 31-ാം തീയതി ഇടുക്കി മാങ്കടവ് കാർമൽ മാതാ ഹൈസ്കൂളിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ ഈ അധ്യാപകനെ സംബന്ധിച്ച് തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയതിലെ സന്തോഷം മാത്രം. 1990-ൽ ഈ സ്കൂളിൽ കായികാധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ യാതൊരു അടിസ്ഥാന സൗകര്യമില്ലായിരുന്ന ഒരു സ്കൂളായിരുന്നു ഇത്. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ സഹായത്തോടു കൂടി ചെറിയ രീതിയിലാണെങ്കിലും ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ സബ് ജില്ലാ തൊട്ട് ദേശീയ രംഗത്ത് വരെ നിരവധി കുട്ടികളെ കഴിഞ്ഞ 34 വർഷത്തെ എൻ്റെ സർവീസിനിടയ്ക്ക് പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടു കൂടിയാണ് 34 വർഷം സർവീസിന് ശേഷം സർക്കാർ നിയമപ്രകാരം ഈ മെയ് മാസം 31-ാം തീയതി ഞാൻ സർവീസിൽ നിന്ന് പിരിയാൻ വേണ്ടി പോകുന്നത്. വളരെ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടിയാണ്. നിരവധി കുരുന്ന് പ്രതിഭകളെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന ആത്മസംതൃപ്തിയോടു കൂടിയാണ് ഞാൻ സർവീസിൽ നിന്ന് പിരിയുന്നത്. റെജി ഇട്ടൂപ്പിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ഭാര്യ എജി റെജിയും കൊമ്പനാട് ഗവൺമെൻറ് UP സ്കൂളിലെ അധ്യാപന ജീവിതത്തിൽ നിന്ന് 31-ാം തീയതി VRS എടുത്ത് വിരമിക്കുകയാണ്. പെരുമ്പാവൂർ വേങ്ങൂരിലെ മറ്റമന കുടുംബത്തെയും നാട്ടുകാരെയും സംബന്ധിച്ച് അധ്യാപക ദമ്പതികൾ ഒരേ ദിവസം വിരമിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിലൂടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ കേരളത്തിലെ സ്കൂൾ കായിക മേഖലയ്ക്ക് വേണ്ടി സർക്കാരുകൾക്കിടയിൽ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഈ കായിക അധ്യാപകന് ഒരേയൊരു ആവശ്യം മാത്രമേയുള്ളൂ. സ്കൂൾ കായിക മേഖലയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വീഴ്ചകൾക്ക് അടിയന്തര പരിഹാരമുണ്ടാക്കുവാൻ മാറി മാറി വരുന്ന സർക്കാരുകൾ ഇടപെടണം എന്ന ആവശ്യം മാത്രം. ഹയർ സെക്കൻഡറി പ്രീ ഡിഗ്രി വേർപെടുത്തി നമ്മുടെ സ്കൂളിൻ്റെ ഭാഗമാക്കിയെങ്കിലും ഇന്നേ വരെ കേരളത്തിൽ ഒരു ഹയർ സെക്കൻഡറിയിലും വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലും കായികാധ്യാപകരുടെ തസ്തിക സൃഷ്ടിച്ചിട്ടില്ല എന്നുള്ള ഒരു വിരോധാഭാസവും ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. 5-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസം നിർബന്ധ പാഠ്യവിഷയമാക്കി അവിടെ അധ്യാപകരെ നിയമിച്ചാൽ മാത്രം പോരാ, അതിന് ഒരു ഇവാലുവേഷൻ ഏർപ്പെടുത്തി മുമ്പോട്ട് പോയി ഈ രംഗം നന്നായി കാണണമെന്നാണ് കഴിഞ്ഞ 34 വർഷത്തെ അധ്യാപകൻ എന്ന നിലയിൽ 25 വർഷക്കാലം ഈ സംഘടനയെ നയിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ ഒരു ആഗ്രഹം. ന്യൂസ് ബ്യൂറോ, പെരുമ്പാവൂർ. മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച്. ഫാർമസിസ്റ്റ് എന്ന നിങ്ങളുടെ സ്വപ്നം ഇനി നിറവേറ്റാം. 2024 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മൂകാംബിക കോളേജ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സയൻസസ് ആൻഡ് റിസർച്ച്.